ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ ഉദ്യമത്തിലാണ്. അതായത് നമ്മൾ ഭഗവത് ഗീതയിലെ ശ്ലോകങ്ങളെ ആസ്പദമാക്കി ഉള്ള ഒറാക്കിൾ കാർഡ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വളരെ ചെറുപ്പം മുതലേ നമുക്കൊരു കാര്യങ്ങളൊക്കെ അറിയാൻ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ആദ്യം നോക്കുന്നത് ഭഗവത്ഗീത മറിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടും, ഒരു ശ്ലോകം കിട്ടും. ആ ശ്ലോകം നമുക്ക് പലപ്പോഴും അത് കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഉള്ള ഒരു ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒറാക്കിൾ കാർഡ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഞാൻ വാങ്ങി. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഭഗവത്ഗീതയെ ആസ്പദമാക്കി ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറയുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ ആ ശ്ലോകങ്ങളിലൂടെ ചില ശാസ്ത്ര സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ നമ്മുടെ ടാരോട്ടിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ നോളജ് കൂടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു പുതിയ കാര്യം കൂടി ഇതിനകത്ത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ആഡ് ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവും എന്ന് പറയുന്നില്ല ഞാൻ. റെസനേറ്റ് ആവുന്നവരെടുക്കുക. കാരണം നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി വളരെയധികം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ വളരെയധികം വിഷമിക്കുന്നുണ്ടാവും. ആ സമയങ്ങളിൽ നമ്മളെ തുണയ്ക്കുവാൻ നമ്മളുടെ കൂടെയുള്ള ആ ശക്തി ഉണ്ട് എന്ന ഒരു ആത്മധൈര്യമാണ് നമ്മളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. എത്രമാത്രം വിജയിക്കാൻ എനിക്കിതിൽ കഴിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ സഹകരണം വേണം നമുക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും എനിക്കിതിനെ കമൻ്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. എങ്കിൽ മാത്രമാണ് എനിക്കിതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊരു ധൈര്യം വരുള്ളൂ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം ചെയ്യുന്നതാണ് എന്നെല്ലാവർക്കും അറിയാം. ഭഗവത്ഗീത എന്താണെന്നുള്ളത് ഇതൊരു ശാസ്ത്ര സത്യം കൂടെയാണ്. ഇത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ അല്ല. എല്ലാവരും ജാതിമത ഭേദമന്യേ ഭഗവത്ഗീത ആശ്രയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ഇത് നിങ്ങളുടെ മുൻപിലേക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എനിക്ക് കൂടെ വേണം. അപ്പം നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. നമ്മളോട് പറയുന്നത് കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചൻ എന്നാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? നിങ്ങളുടെ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഫലങ്ങളിലല്ല, പ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു മാവ് നട്ടു. ആ നട്ടാലൊരു പക്ഷേ നമ്മൾ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഭൂമി വിട്ടുപോയി എന്ന് വരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മളത് നമ്മളുടെ അടുത്ത തലമുറകൾക്ക്, പക്ഷികൾക്ക്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ആയിട്ട് അതിൻ്റെ ഫലം കൈമാറിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പ്രത്യേക ഫലങ്ങൾക്കായുള്ള ആഗ്രഹത്താൽ മാത്രം നയിക്കപ്പെടാതെ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ജോലികളിൽ സ്വയം സമർപ്പിക്കാതെ ഏത് ജോലിയാവട്ടെ, നമ്മൾ കർമ്മമാണ് ഈശ്വരൻ എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. കർമ്മമാണ് ഈശ്വരൻ, അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്നാണ്. ഈ ശ്രമത്തിൽ ഒന്നും നഷ്ടപ്പെടുകയോ പാഴാക്കുകയോ ഇല്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിൽ പരാജയപ്പെടുമോ എന്ന ഭയത്തെ മറികടക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. അതായത് തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, തിരിച്ചടികളെ അവസരങ്ങളായി കാണുക എന്നാണ്.
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒരു ഭയമുണ്ടാകും. ഇത് ഫലം കിട്ടുമോ? അല്ലെങ്കിൽ അത് വെറുതെ ആവുമോ? നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ലാതെ ആകുമോ? എന്നുള്ള ഒരു ഭയം നമുക്കുണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള ഒരു ചിലപ്പോൾ അത് പിന്നെ നമുക്ക് ശരിയായി എന്ന് വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ചെറിയ തെറ്റുകളിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചടി വന്നു എന്ന് കരുതുക. അതിനെ അവസരങ്ങളായി കാണുക എന്നാണ്. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ, അതായത് ഒരു കുഞ്ഞ് പിന്നെ ഒന്ന് കറക്റ്റായിട്ട് നടന്നു പോകണമെങ്കിൽ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരവസ്ഥയിലേക്ക് അത് വരിക. നമുക്കറിയാം, മുട്ടയിലിഴഞ്ഞും വീണ് വീണ് പിന്നെ ഇരിക്കുന്നിടത്ത് ഒന്ന് പെട്ടെന്ന് മറിഞ്ഞ് വീണും പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാൻ നമ്മൾ കാണുന്നതാണ് നിത്യജീവിതത്തിൽ. അപ്പം നമ്മളുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമ്മളുടെ തിരിച്ചടികളിൽ നിന്ന് അതിനെ ഒരു അവസരമായി കാണാനുമാണ് നമ്മളോട് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത കാർഡ് നോക്കട്ടെ. ക്ഷണഭംഗോ ജീവനം എന്ന് പറയുന്നു. എന്താണ് ക്ഷണഭംഗോ ജീവനം എന്ന് പറഞ്ഞാൽ? ജീവിതം നൈമിഷികമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അതിനെ വിലമതിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രതിവിധി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ സമയത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഓരോ നിമിഷത്തിലും ശ്രദ്ധാലുവും സന്നിഹിതനുമായിരിക്കുക. കാരണം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, ആ ജീവിതചക്രം എന്ന് പറയുന്നത് വളരെ ക്ഷണഭങ്കുരമാണ്. അതിന് വലിയ ആയുസ്സൊന്നുമില്ല. വളരെ വലിയ കുറച്ചു കാലമേ നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളൂ. ആ സമയം നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല പിന്നെ കാര്യങ്ങൾക്ക് പ്രചോദനം കൊടുക്കുവാനും നമുക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ അതിനായി നമ്മൾ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം, അതായത് നൈമിഷികമായ ഈ ജീവിതത്തിനെ ഓരോ നിമിഷവും സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുക. നമ്മുടെ കർമ്മത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.